പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലെ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ മശിഹായുടെ പാദപീഠം ചേർന്ന് വന്ന് മാധുര്യമേറിയ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് അവസരമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട വിധങ്ങളെക്കുറിച്ചാണല്ലോ ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് നോമ്പ് കാലമാണ്. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തെ വളരെ മനോഹരമായി ചിട്ടപ്പെടുത്താനും നല്ല ഒരു കുമ്പസാരത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കിയെടുക്കാനുമൊക്കെ ഈ ധ്യാനം നമുക്ക് സഹായകമായി തീരും എന്നുള്ളതിന് തർക്കമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിനയപ്പെടാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് നാം വീണ്ടും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വേദപുസ്തകം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: നാം നീതിക്ക് ദാസന്മാരായി ജീവിക്കണം എന്നാണ് പറയുന്നത്. പാപത്തിന് ദാസന്മാരായി ജീവിച്ചിരുന്ന നമ്മെ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു അർപ്പിച്ച യാഗത്താൽ നീതീകരിച്ച് നീതിക്ക് ദാസന്മാരായി വേർതിരിച്ചിരിക്കുന്നു എന്നാണ് വചനത്തിലൂടെ മനസ്സിലാകുന്നത്. എപ്രകാരം നാം പാപത്തിന് ദാസന്മാരായി ജീവിച്ചിരുന്നുവോ അപ്രകാരം ഇനിയുള്ള കാലം നാം നീതിക്ക് ദാസന്മാരായി ജീവിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഉപദേശിക്കുന്നത്. അതുതന്നെ അപ്പോസ്തലനായ പത്രോസും നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. പൗലോസ് ശ്ലീഹ ഇത് പറഞ്ഞു വയ്ക്കുന്നത് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17, 18, 19, 20 തിരുവചനങ്ങളിലാണ്. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം നിങ്ങൾ അനുസരിച്ചു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പ്രസംഗിച്ചത് കേട്ട് റോമിലുള്ള വിശ്വാസികൾ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വേറിട്ട് ക്രൂശിൽ അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ നീതിയാഗത്തിന് വിധേയപ്പെട്ടതുകൊണ്ട് നീതിക്ക് അടിമകളായി തീർന്നു, അഥവാ ദൈവീക നീതിക്ക് സമർപ്പിതരായി തീർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് 19-ാം വാക്യത്തിൽ പറയുന്നത്: നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചിരുന്നതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കുകയും. ഇവിടെ നീതിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് വിശുദ്ധീകരണവും പാപത്തിൻ്റെ അടിമത്വം എന്ന് പറയുന്നത് പാപപ്രവൃത്തികളിലുള്ളതായ ബന്ധനവുമാണ്, അല്ലെങ്കിൽ അശുദ്ധിയുമാണ്. നാം അശുദ്ധിയിൽ പാപത്തിന് പിടിക്കപ്പെട്ടവരായി ജീവിച്ചിരുന്ന കാലം കഴിഞ്ഞു. ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ പരമമായ യാഗം മുഖാന്തിരം അവൻ നമ്മെ വീണ്ടെടുത്ത് നീതിക്ക് ദാസന്മാരാക്കി തീർത്തതിനാൽ നാം നീതിക്ക് ദാസന്മാരാണ് എന്ന ബോധം നമ്മളെ ആഴത്തിൽ ഭരിക്കേണ്ടതിന് നാം വിശുദ്ധിയിൽ ജീവിക്കാൻ കടപ്പെട്ടവരാണ് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ ശരീരങ്ങളെ നീതിക്ക് സമർപ്പിക്കണം എന്നുകൂടെ അതോട് ചേർത്ത് വയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ, നമ്മുടെ അവയവങ്ങൾ ഓരോന്നും ദൈവനീതിക്ക് അഥവാ വിശുദ്ധിക്ക് സമർപ്പിക്കപ്പെടണം എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചതിൻ്റെ പൊരുൾ എന്ന് നാം മനസ്സിലാക്കണം. അവയവങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. ഈ സാമൂഹിക സമ്പർക്കത്തിന് ഇടവരുത്തുന്ന അവയവങ്ങളെല്ലാം, അതുപോലെ നാം പുറത്തുനിന്ന് സ്വീകരിക്കുന്നതും അകത്തുനിന്ന് പുറത്തേക്ക് വിടുന്നതുമായ സകലതും, ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും കൊടുക്കൽ വാങ്ങലുകളും എല്ലാം വിശുദ്ധിയിൽ സമർപ്പിച്ച് നാം നീതിക്ക് അടിമകളായി സ്വയം തീർക്കണം എന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തു ക്രൂശിൽ അർപ്പിച്ച പരമനീതിയുടെ യാഗം മുഖാന്തിരം ഒരു വിശ്വാസി രക്ഷയുടെ അനുഭവത്തിൽ വന്നു എങ്കിൽ ആ വ്യക്തിയിൽ വ്യക്തമായിട്ടും ഈ വിധത്തിലുള്ളതായ ഒരു വിശുദ്ധിയുടെ സമർപ്പണം ഉണ്ടാകും. വിശുദ്ധിയുടെ സമർപ്പണം ഒരു വ്യക്തിയിൽ കാണുന്നില്ല എങ്കിൽ ആ വ്യക്തി ഇപ്പോഴും പാപത്തിൻ്റെ പ്രമാണത്തിൽ അശുദ്ധിയിൽ പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. നമ്മളൊക്കെ വിളിക്കപ്പെട്ടവരാണ്, വേർതിരിക്കപ്പെട്ടവരാണ്, മുദ്രയിടപ്പെട്ടവരാണ്. നമുക്ക് ഉന്നതമായ പദവികളും കർത്താവ് നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ നാം പാത്രീഭൂതരായിരിക്കുമ്പോൾ തന്നെ നാം വേണ്ടവണ്ണം പാപത്തിൽ നിന്ന് വേർപെട്ട് വിശുദ്ധിക്ക് സമർപ്പണം ചെയ്യുന്നില്ല എങ്കിൽ കർത്താവ് വിഭാവനം ചെയ്ത ആ വലിയ വിടുതൽ നമ്മുടെ സ്വന്തമായി തീരുന്നില്ല എന്ന് വരും. 20-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നത്: നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് നിങ്ങൾ സ്വതന്ത്രരായിരുന്നല്ലോ. കാരണം നിങ്ങൾക്ക് നീതികേട് പ്രവർത്തിക്കാൻ ആ സമയത്ത് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല.
ഒരുപക്ഷേ അത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് തെറ്റാണെന്നുള്ള ചിന്ത പോലും നിങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നീതി സംബന്ധിച്ച് സ്വതന്ത്രരല്ല, അടിമകളാണ്. അതുകൊണ്ട് അനീതി പ്രവർത്തിക്കരുത്, നീതിക്ക് കീഴടങ്ങി വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് അപ്പോസ്തലൻ അടിവരയിട്ട് ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് ഇത് തന്നെ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. പത്രോസ് ലീഗ പൊതുവിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനം, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനായിട്ട് യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. ഇതാണ് ക്രിസ്തു നിർവഹിച്ച നീതി എന്ന് പറയുന്നത്. ആ നീതി എന്താണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ നമുക്ക് നീതിക്ക് അടിമകളായി അഥവാ കർത്താവിന് അടിമകളായി കർത്തൃഹിതത്തിന് കീഴടങ്ങിയവരായി ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പ്രിയപ്പെട്ടവരെ. നാം പലപ്പോഴും ഇത് ബോധ്യപ്പെടാതെയാണ് നമ്മുടെ ജീവിതത്തെ പാപത്തിൻ്റെ സാധ്യതകളിലൊക്കെ ബന്ധിച്ച് ഇട്ടിരിക്കുന്നത് എന്നുകൂടെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വായിച്ചെടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുമ്പോൾ നാം അത് ബോധ്യപ്പെടാതെ പോയാൽ ദൈവസന്നിധിയിൽ അത് കുറ്റകരമാകുന്നു എന്ന് തിരിച്ചറിയുക. ദൈവസന്നിധിയിൽ അത് കുറ്റകരമാകുന്നു. നമുക്ക് പാപം ചെയ്ത് ജീവിപ്പാനായിട്ട് ഇടവരരുത് എന്നുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നാം ബോധ്യപ്പെട്ട് നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് വേറിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട്, നമ്മുടെ ശരീരത്തെ മുഴുവനായിട്ടും വിശുദ്ധിക്ക് സമർപ്പിക്കുവാനായിട്ട് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. അതാണ് നീതിക്ക് അടിമകളായി ജീവിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളെയെല്ലാം വിശുദ്ധിക്ക് സമർപ്പിക്കുക. അപ്പോഴാണ് നാം നീതിമാന്മാരായി, വിശുദ്ധരായി, ദൈവനീതിയോട് ഉടമ്പടി വെച്ചവരായി മാറുന്നത്. നമ്മുടെ കണ്ണുകളെ വിശുദ്ധിക്കായിട്ട് സമർപ്പിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ അശുദ്ധിക്കായിട്ട് സമർപ്പിക്കപ്പെട്ടവയായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലോകത്തുള്ള എല്ലാ പാപങ്ങളും എല്ലാ അഴുക്കുകളും സൈബർ വിൻഡോസിലൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് ചേക്കേറുകയാണ്. മോഹം മനുഷ്യനിൽ ജനിപ്പിക്കുവാൻ കാഴ്ചയ്ക്ക് വലിയ ഒരു സ്വാധീനമുണ്ടെന്ന് കഴിഞ്ഞ നാളുകളിലൊക്കെ നാം കേട്ടിട്ടുള്ളതാണ്. അത് നമുക്കറിയാം. മനഃശാസ്ത്രപരമായി ഒരാളെ ഏറ്റവും കൂടുതൽ മലിനപ്പെടുത്തുന്നത് കാണുന്ന കാഴ്ചകളാണ് എന്നുകൂടെ നാം തിരിച്ചറിയണം. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയനുസരിച്ച് ഈ മ്ലേച്ഛമായ അശുദ്ധമായ കാഴ്ചകളോട് മനുഷ്യന് വലിയ താല്പര്യമാണ്. ലോകത്ത് മൊത്തത്തിൽ മനുഷ്യനെ വിലയിരുത്തിയാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എപ്പോഴും പാപ ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാപം ആസ്വദിക്കുമ്പോൾ ജഡത്തിന് കിട്ടുന്ന സുഖങ്ങളാണ് മനുഷ്യൻ പാപത്തിലേക്ക് ചായാനുള്ള അടിസ്ഥാന കാരണം. ഏത് പാപവും, അത് ഭക്ഷണമാകട്ടെ, പാനീയമാകട്ടെ, ഇനി മൂക്കിലൂടെ വലിക്കുന്നതോ വായിലൂടെ വലിക്കുന്നതോ ആകട്ടെ, പ്രിയപ്പെട്ടവരെ അത് ലഹരിയാകട്ടെ, അശ്ലീലമായ കാഴ്ചയാകട്ടെ, ഇതെല്ലാം മനുഷ്യൻ്റെ ജഡശരീരത്തിനും ജഡീകമായ മനസ്സിനും വല്ലാത്ത ഉന്മാദം പകരുന്നവയാണ്. ഈ ഉന്മാദം മനുഷ്യൻ ആസ്വദിക്കുന്നു. ഈ ആസ്വാദനമാണ് ഒരു മനുഷ്യനെ പാപത്തിൻ്റെ അടിമയായി നിലനിർത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അശുദ്ധമായത് കാണരുത് എന്ന് എത്ര വട്ടം പറഞ്ഞാലും മനുഷ്യൻ്റെ മനസ്സ് അതിലേക്ക് ചായുകയും മനുഷ്യനത് മനസാക്ഷി കുത്തോടുകൂടിയോ അല്ലാതെയോ ഒക്കെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യുകയാണ്. അതിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ മനുഷ്യൻ പരാജയപ്പെടുകയാണ്. ഒരുപക്ഷെ ആളുകൾ ചോദിക്കും, അതൊക്കെ കണ്ട് ആസ്വദിച്ചാൽ എന്താണ് കുഴപ്പമെന്ന്. എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ അതും മനഃശാസ്ത്രപരമായ ഒരു ചിന്തയാണ്. ഒരാളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന ചില ചിത്രങ്ങൾ മാഞ്ഞു പോകാൻ സാധ്യത വളരെ കുറവാണ്. ആ ചിത്രങ്ങൾ ചലച്ചിത്രങ്ങളായാലും അല്ല നിശ്ചല ചിത്രങ്ങളായാലും മാഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. അത് ആ വ്യക്തിയെ ദൂരവ്യാപകമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അശ്ലീലമായത് കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അത് ഉണ്ടാക്കുന്നതായ അനുഭൂതി, അത് പോസിറ്റീവോ നെഗറ്റീവോ ആകട്ടെ, അത് ആ വ്യക്തിയെ ആഴത്തിൽ ഭരിക്കുകയാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മറ്റൊന്നിലും ഏകാഗ്രതപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ മനുഷ്യനുണ്ടാകും. പ്രാർത്ഥനയിൽ ഏകാഗ്രപ്പെടാൻ കഴിയാതെ വരും. അതുപോലെ തന്നെ പഠനം നടത്തുന്ന വ്യക്തികൾ, അത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആയിക്കൊള്ളട്ടെ, അവർക്കതിൽ ഏകാഗ്രതപ്പെടാൻ പറ്റാതെയാകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ചിന്തയും ഈ ചിത്രവും മനസ്സിൽ ഇങ്ങനെ ഫണം വിരിച്ചാടുമ്പോൾ മറ്റൊന്നും മനസ്സിൽ കയറാതെയാകും, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ കഴിയാതെയാകും, മറ്റൊരു കാര്യത്തിനും ഒരുപക്ഷെ ഉത്സാഹമില്ലാതെയാകും.
ഒരുപാട് ആളുകളുടെ ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. മറ്റൊന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഇത് മാത്രം കണ്ട് ഇത് മാത്രം രസിച്ച് ഇതിൽ മാത്രം ജീവിതം അടിയറ വെച്ച് ജീവിക്കുകയാണ്. ജോലി പോകുന്നതിൻ്റെ വക്കിലെത്തിയിട്ട് പോലും ചില ആളുകൾക്ക് ഇത്തരം കാഴ്ചകളിൽ നിന്ന് പുറത്തു വന്ന് ജോലിക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. കാരണം അവരതൊരു ഭ്രാന്തമായ മാനസികാവസ്ഥയിൽ അവരെത്തിപ്പോയി. ഇനി അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനകത്തെ അപകടം. പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, ആഴ്ചകളോളം ഈ അശുദ്ധിപ്പെടുത്തുന്ന കാഴ്ചകളിൽ കണ്ണ് നട്ടിരുന്ന്, മനസ്സ് നട്ടിരുന്ന്, ഭക്ഷണം മറന്ന്, പാനീയം മറന്ന്, ജോലി മറന്ന്, തന്നെ മറന്ന്, ബന്ധങ്ങൾ മറന്നു പോയ, അങ്ങനെ മരണത്തിന് കീഴടങ്ങിയ ചില മനുഷ്യരുടെ ചരിത്രം ലോകം ചരിത്രം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവയവങ്ങളെ വിശുദ്ധിക്ക് സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഒന്നാമത് സമർപ്പിക്കേണ്ടത് കണ്ണുകളെയാണ്. ചില ആളുകളെങ്കിലും പറയുന്നുണ്ട്, എനിക്കതിൽ നിയന്ത്രണമുണ്ട്, ഞാൻ കാണുന്നു, പക്ഷേ ഞാൻ എന്നെ നിയന്ത്രിക്കുന്നു. ആ നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വക രക്ഷപ്പെടലാണ് പ്രിയപ്പെട്ടവരെ. കണ്ടിട്ട് നിയന്ത്രിക്കുന്നുവെന്ന് പറഞ്ഞാൽ ആ ആൾ തന്നെ വിലയിരുത്തട്ടെ. മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഏകാഗ്രതപ്പെടേണ്ടി വരുമ്പോൾ, കണ്ണടച്ച് അല്പനേരം ഇരിക്കേണ്ടി വരുമ്പോൾ ഈ ചിന്തയും ഈ ചിത്രവും മനസ്സിൽ ഫണം വിരിച്ച് കയറി വരും. പിന്നെ അത് നിയന്ത്രിക്കാൻ പറ്റാതെയാകും, അതിലേക്ക് ആസക്തി കൂടും. പിന്നെ അത് കാണാനുള്ള ഒരു പ്രേരണ ഉള്ളിൽ ഇരട്ടിയായിട്ട് വരും, അതിലേക്ക് ആകർഷിക്കപ്പെടും, അങ്ങനെ അതിൻ്റെ അടിമയായി മാറും. പ്രിയപ്പെട്ടവരെ, ഇന്നൊരുപാട് ജന്മങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ കണ്ണ് എന്ന അവയവത്തെ വിശുദ്ധിക്ക് അടിമയായി സമർപ്പിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നീതിക്ക് അടിമയായി സമർപ്പിക്കാത്തത് കൊണ്ട് കണ്ണിനാൽ മലിനപ്പെട്ട് ജീവിതം മുഴുവനും മാലിന്യം മൂടി പാപത്തിൻ്റെ പിടിയിൽ അമർന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണല്ലോ പ്രിയപ്പെട്ടവരെ മദ്യപിക്കുന്ന ആളുകളുടെ അവസ്ഥ. അവർ അത് ഇങ്ങനെ പാനം ചെയ്ത് ഒരു സുഖാനുഭൂതിയിലെത്തുകയാണ്. ആ അനുഭൂതി അവരെ വന്ന് മൂടിക്കഴിയുമ്പോൾ അവർ വീണ്ടും ആ അനുഭൂതി തേടുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അത് ജഡത്തിനുണ്ടാകുന്ന ഒരു പ്രത്യേക ഉന്മാദമാണല്ലോ പ്രിയപ്പെട്ടവരെ. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് അതാണ്. അത് മയക്കുമരുന്നായിട്ട് ഉപയോഗിച്ചാൽ, ഇപ്പോൾ പല രീതിയിലുള്ള മയക്കുമരുന്നുകൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഈ കള്ളും കഞ്ചാവും അല്ലാതെ മറ്റൊന്നും കേട്ടിട്ടില്ല. ഇപ്പോൾ പേര് പോലും നമുക്ക് പരിചയമില്ലാത്ത ഏതെല്ലാം തരം മയക്കുമരുന്നുകളാണ് വിപണിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സീക്രട്ടായിട്ട് പങ്കിടുന്ന എത്രയോ കച്ചവടങ്ങൾ നമ്മുടെ നാട്ടിലുടനീളം നടക്കുകയാണ്. സ്കൂളുകൾ മുതൽ കോളേജ് ക്യാമ്പസുകൾ വരെ അത് പടർന്നു പിടിച്ച് ക്യാൻസറിനേക്കാൾ, അല്ലെങ്കിൽ ഇപ്പോൾ ലോകം മുഴുവൻ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണയേക്കാളൊക്കെ ഭീകരമായി അത് തലമുറകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ വിപത്താണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭീകരവും മാരകവുമായ വിപത്തിൻ്റെ അടിമയിൽ ഒരാൾ പെട്ട് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഊരിപ്പോരാൻ കഴിയില്ല, അതിനകത്തങ്ങ് കുടുങ്ങിപ്പോകുകയാണ്. വിട്ടുപോരണമെന്നൊക്കെ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, സാധിക്കുന്നില്ല. പാപത്തിന് അടിമപ്പെട്ട് അതിൽ തന്നെ മുഴുകി ആളുകളുടെ ജീവിതം പാഴായി പോകുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അതുപോലെ തന്നെയാണല്ലോ പ്രിയപ്പെട്ടവരെ, അവയവങ്ങളെ പാപം സംബന്ധിച്ച് മരിപ്പിച്ച് ക്രിസ്തുവിന് അല്ലെങ്കിൽ നീതിക്ക് വിശുദ്ധിക്ക് അടിമയായി കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ കൈകളുടെ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ടല്ലോ. കൈകളെ ദൈവത്തിന് വിശുദ്ധിക്കായിട്ട് സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇത് മനസ്സിലാക്കാതെ പോവുകയാണ്. കൈക്കൂലി വാങ്ങുന്ന കാര്യത്തിലും കൈക്കൂലി കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ ഒരുപാട് പേർ അടിമപ്പെട്ട് കിടക്കുകയാണ്. ദ്രവ്യാഗ്രഹം തലയ്ക്ക് വല്ലാതെ പിടിച്ചു കഴിയുമ്പോൾ, ഈ അർഹതയില്ലാതെ കിട്ടുന്ന പണം ഒരുപാടായി കഴിയുമ്പോൾ ആളുകളുടെ ആർത്തി പിന്നെയും കൂടുകയാണ്. ഇത് വാങ്ങിച്ച് ശീലിച്ച ഒരാൾക്ക് ഇത് ഉപേക്ഷിച്ചിട്ട് ജീവിക്കാൻ സാധ്യമല്ല. കിട്ടുമെന്നുണ്ടെങ്കിൽ എന്ത് നിലപാട് സ്വീകരിച്ചും അയാളത് വാങ്ങും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ സന്ദേശത്തിൽ അത് സൂചിപ്പിച്ചതുമാണല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുന്ന സമയത്തേക്ക് കൈകൾ ശുദ്ധമല്ലാതെയാവുകയാണ്. അതേ കൈ കൊണ്ടാണ് ദൈവത്തിന് വഴിപാടർപ്പിക്കാനായിട്ട് വരുന്നതെന്ന്, മെഴുകുതിരി കത്തിക്കുന്നതെന്ന്, ആ കൈ കൂപ്പിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെന്ന്, ആ കൈ നീട്ടിയാണ് ദൈവത്തോട് അനുഗ്രഹം ചോദിക്കുന്നത് എന്നൊക്കെ വരുമ്പോൾ, ദൈവമക്കളെ, എന്തു വലിയ അനർത്ഥമാണ് അതിലൂടെ മനുഷ്യർ ചെയ്തു കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കാതെ പോകുന്നുണ്ട് നമ്മുടെ ആളുകൾ. അപ്പോൾ നമ്മുടെ അവയവങ്ങളെയെല്ലാം വിശുദ്ധിക്ക്, ദൈവത്തിൻ്റെ നീതിക്കായിട്ട് സമർപ്പിക്കണം. സ്വഭാവേന മനുഷ്യൻ ഏൽക്കേണ്ട ശിക്ഷയായിരുന്നു കർത്താവ് ഏറ്റത്. എന്തുകൊണ്ടെന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപി മരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവത്തിൻ്റെ നീതിയെ നടപ്പിലായേ പറ്റൂ. പാപി മരിക്കണമെന്ന് വെച്ചാൽ ഞാനും നിങ്ങളും ഉൾപ്പെടെ ലോകത്തുള്ള സകല മനുഷ്യരും പാപികളാകയാൽ എല്ലാവരും മരിക്കണം.
പാപി മരിക്കാതിരിക്കണമെങ്കിൽ പാപിക്ക് പകരം മറ്റൊരാൾ മരിക്കണം. അത് പാപമില്ലാത്ത ഒരുവനായിരിക്കണം. അതുകൊണ്ടാണ് ദൈവം നേരിട്ട് മനുഷ്യാവതാരമെടുത്ത് പാപിക്ക് പകരക്കാരനായി മാറിയത്. ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന മനുഷ്യരിൽ പാപമില്ലാത്തവരാരുമില്ല. ഒരു പാപിക്ക് ഒരിക്കലും മറ്റൊരു പാപിയുടെ പാപം ഏറ്റെടുക്കാനായിട്ട് കഴിയില്ല. കാരണം സ്വന്തം പാപം തന്നെ അയാൾക്ക് ചുമക്കാവുന്നതിലധികമാണ്. ഒരു പാപി മറ്റൊരു പാപിക്ക് പകരം പ്രായശ്ചിത്തമാവുക ലോകപ്രകാരം സാധ്യമല്ല. ഒരു നീതിശാസ്ത്രത്തിനും അത് സാധ്യമല്ല. നമുക്കറിയാം, ഒരേ കുറ്റത്തിന് പിടിക്കപ്പെട്ട 2 കുറ്റവാളികളിൽ ഒരാൾ മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കാൻ ലോകത്ത് ഒരു നിയമകോടതിയും അനുവദിക്കുന്നില്ല. ഒരേ കുറ്റത്തിന് പിടിക്കപ്പെട്ട 2 കുറ്റവാളികളെ ജാമ്യത്തിലെടുക്കാൻ ആ കുറ്റത്തിൽ പിടിക്കപ്പെടാത്ത മറ്റൊരു ആൾ വരണം. അങ്ങനെ വന്നാൽ മാത്രമേ അവർക്ക് ജാമ്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റൊരു പാപി ജാമ്യക്കാരനാവുക സാധ്യമല്ല. അവിടെ പരിശുദ്ധനായ ഒരാൾ വരണം. ലോകത്ത് മനുഷ്യരായി പിറന്നവരുടെ കൂട്ടത്തിൽ പാപി അല്ലാതെ പരിശുദ്ധൻ ആരുമില്ല. അപ്പോഴാണ് ദൈവം നേരിട്ട് മനുഷ്യനായി അവതരിച്ച് പാപിക്ക് പകരക്കാരനാകാൻ തീരുമാനിച്ചത്. ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നാം വായിച്ചെടുക്കുന്നത് അവിടെയാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ്റെ മേൽ വരേണ്ട ശിക്ഷ നടപ്പിലാകണം. അപ്പോഴേ ദൈവത്തിൻ്റെ നീതി നടപ്പിലാകുകയുള്ളൂ. നീതി നടപ്പിലാകുമ്പോൾ മനുഷ്യന് ഹാനി സംഭവിക്കരുത്. ഹാനി സംഭവിക്കാതിരിക്കണമെങ്കിൽ അത് മറ്റൊരാളെ ഏറ്റെടുക്കണം. അത് പാപമുള്ള ഒരാളെ കൊണ്ട് സാധ്യമല്ല. അത് പരിശുദ്ധനായ ഒരാളെ ഏറ്റെടുക്കണം. പരിശുദ്ധനായ ഒരാൾ പാപിയുടെ പാപം ഏറ്റെടുക്കണം, പാപത്തിൻ്റെ ശിക്ഷയും ഏറ്റെടുക്കണം. അപ്പോഴാണ് പാപി സ്വതന്ത്രനായി മാറുന്നത്. ഇതാണ് ക്രൂശിൽ സംഭവിച്ചത്. പരിശുദ്ധനായ മെശിഹ പാപിക്ക് വേണ്ടി പാപിയുടെ സകല പാപവും ഏറ്റെടുത്തു. ഒരാളുടേതല്ല, ലോകത്തുള്ള സകല പാപികളുടെയും പാപം മുഴുവനും തന്നിൽ അവൻ ആവാഹിച്ചെടുക്കുകയായിരുന്നു. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ചുമന്ന കുരിശിന് കർത്താവിൻ്റെ ശരീരഭാരത്തേക്കാൾ 3 മടങ്ങ് ഭാരമുണ്ടായിരുന്നു. ആ കുരിശിൻ്റെ ഭാരം ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ ഭാരമായിരുന്നുവെന്ന്. അതും ചുമന്നുകൊണ്ടാണ് അവൻ കാൽവരിയിലേക്ക് പോയത്. സത്യത്തിൽ ഞാനും നിങ്ങളും ചെയ്ത തെറ്റ് മുഴുവനും കർത്താവ് അന്നേ ഏറ്റെടുത്തതാണ്. അതുകൊണ്ടാണ് വായിച്ചത്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് തന്നെയാണ് പത്രോസ്ലീഹ ആവർത്തിച്ച് പറയുന്നത്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ശിക്ഷ ഏറ്റെടുത്ത് നമ്മെ രക്ഷിക്കുകയായിരുന്നു. പരിശുദ്ധനായവൻ നമ്മുടെ പാപം മുഴുവനും ഏറ്റെടുത്ത് സ്വയം പാപമാക്കി തീർത്തു. പാപിയുടെ മേൽ വരേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്തത് കൊണ്ട് പാപിയിൽ നിന്ന് ആ ശിക്ഷ മാഞ്ഞുപോയി. എന്നാൽ ആ കാൽവരി ക്രൂശിലെ പരമയാഗത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഏത് വ്യക്തിയും തൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തതിനാൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയാണ്. കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നത് സകല പാപിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്, തർക്കമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ യാഗം എനിക്ക് വേണ്ടി സംഭവിച്ചതാണെന്ന് ഒരാൾ അംഗീകരിക്കാതെ എങ്ങനെ ആ വ്യക്തിക്ക് പാപമോചനം സിദ്ധിക്കും? അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സമർപ്പണം എടുക്കേണ്ടത്. ഇനി അപ്രകാരം സമർപ്പണം എടുത്ത് കർത്താവിലേക്ക് എത്തിയാൽ കർത്താവിൻ്റെ പരമയാഗം മൂലം എൻ്റെ പാപം ഹനിക്കപ്പെട്ടു എന്നും എനിക്ക് പാപമോചനം ലഭിച്ചു എന്നും ബോധ്യപ്പെടുമ്പോൾ നമ്മൾ ആയിത്തീരേണ്ട ഒരവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ നാം പാപത്തിനടിമകളായി പിന്നെയും ജീവിക്കരുത്, മറിച്ച് നീതിക്ക് ദാസന്മാരായി ജീവിക്കണം, വിശുദ്ധിക്ക് ദാസന്മാരായി ജീവിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ശരീരത്തെയും അതിലെ അവയവങ്ങളെല്ലാം വിശുദ്ധിക്കായിട്ട് സമർപ്പിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമുക്ക് എത്രത്തോളം അതിന് സാധിക്കുന്നുണ്ട് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ പാപം ഒരുപാട് പെരുപ്പിക്കുന്ന മറ്റൊരു അവയവമാണ് നമ്മുടെ നാവ്. നമ്മുടെ നാവ് പലപ്പോഴും നാം ഒരു നിയന്ത്രണവുമില്ലാതെ ഉപയോഗിക്കുന്ന ഒരവയവമാണ്. അങ്ങനെ അത് ഉപയോഗിക്കപ്പെടുമ്പോൾ ആർക്കെല്ലാം മുറിവേൽക്കുന്നുവെന്ന്, എന്തെല്ലാം അനർത്ഥങ്ങൾ അതുമൂലം സംഭവിക്കുന്നുവെന്ന് പലപ്പോഴും നാം വിലയിരുത്താറില്ല. ചില ആളുകൾക്ക് വികാരം കൊണ്ടാൽ പിന്നെ അവർ സംസാരിക്കുന്ന വാക്കുകൾ അവരുടെ വിവേകത്തെ മറികടക്കുന്ന വാക്കുകളാണ്. വിവേകമില്ലാതെ ഉച്ചരിക്കുന്ന വാക്കൊന്നും നമുക്ക് പിന്നെ തിരുത്താനാകില്ലല്ലോ പ്രിയപ്പെട്ടവരെ. വാക്ക് മാറാം എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും അത് തിരുത്തിയാലും അതിന് വിധേയപ്പെട്ട വ്യക്തിയുടെ മുറിവുണങ്ങാൻ ബുദ്ധിമുട്ടാണ്. അത് കുടുംബജീവിതം മുതൽ സാമൂഹിക ജീവിതം വരെ എവിടെയൊക്കെ ആയാലും നമ്മൾ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നു എന്ന ഒരു ചൊല്ലുണ്ട്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ ചിന്തകളാണ് വാക്കുകളായി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ വികാര തള്ളലാണ് പലപ്പോഴും വാക്കുകളായി പുറത്തേക്ക് വരുന്നത്. കോപം വന്ന ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയുടെ ഉടമയാണ്. അപ്പോൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളെല്ലാം ആ ഭ്രാന്തമായ മനോനിലയിൽ നിന്ന് പുറപ്പെട്ട് വരുന്നതാണ്. അത് മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ്, കഠിനപ്പെട്ട വാക്കുകളാണ്, വിഷം കലർന്ന വാക്കുകളാണ്.
കേൾക്കുന്നവരിൽ ആഴമേറിയ മുറിവുണ്ടാക്കുന്ന വാക്കുകളാണ്. ഒരുപക്ഷെ കേൾവിക്കാരെ അങ്ങേയറ്റം മുറിപ്പെടുത്തുന്ന വാക്കുകളാണ്. ഈ വക വാക്കുകളൊക്കെ വായിൽ നിന്ന് പോയിട്ട് പിന്നെ അതേക്കുറിച്ച് പശ്ചാത്തപിച്ചാലൊന്നും ആ പോയ വാക്ക് തിരിച്ചെടുക്കാൻ കിട്ടില്ല. കേട്ടിട്ടില്ലേ നിങ്ങളൊരു ചൊല്ല്, വാ വിട്ടു പോയ വാക്കും കൈവിട്ടു പോയ കല്ലും എത്ര ശ്രമിച്ചാലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നാം വിശുദ്ധിക്കായിട്ട് സമർപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിക്കായിട്ട് സമർപ്പിച്ചല്ലാതെ നാവിനെ നമുക്ക് വിശുദ്ധിക്കായിട്ട് സമർപ്പിക്കാനാകില്ല പ്രിയപ്പെട്ടവരെ. ഹൃദയത്തെ വിശുദ്ധിക്കായിട്ട് സമർപ്പിച്ചാൽ ഏത് സാഹചര്യത്തിലും പ്രകോപിതരാകാതെ ആത്മസംയമനം പാലിക്കാനായിട്ട് നമുക്ക് കഴിയും. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മെ വല്ലാതെ പ്രകോപിതരാക്കാൻ ഇടയുണ്ടാക്കുന്നതാണ്. അത് വീട്ടിലെ സാഹചര്യമാകാം, ഓഫീസിലെ സാഹചര്യമാകാം, ഒരുപക്ഷെ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാകാം. നമ്മളെ വല്ലാതെ വികാരം കൊള്ളിക്കാൻ, ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കാനൊക്കെ സാധ്യതയുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ നാം ജീവിക്കേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ നമ്മളോട് സംസാരിക്കുന്നവരുടെ വാക്കുകൾ നമ്മളെ പ്രകോപിതരാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നാം വളരെ സംയമനം പാലിക്കാനായിട്ട് കടപ്പെട്ടവരാണ് എന്ന് മറക്കരുത്. സംയമനം പാലിക്കാതിരുന്നാൽ വായിൽ നിന്ന് വിഷം തുപ്പുന്നവരായി നമ്മൾ മാറും. അങ്ങനെ വന്നാൽ പിന്നെ നാം അശുദ്ധിക്ക് ദാസരായി വീണ്ടും മാറുകയാണ്, അഥവാ ജഡത്തിനും പാപത്തിനുമൊക്കെ ദാസരായി തീരുകയാണ്. ക്രൂശിൽ യേശു നിർവഹിച്ച നീതി നമുക്ക് ലഭ്യമാകാതെ വരികയാണ്. നാം ആ നീതിയുടെ പരിധിക്ക് പുറത്തേക്ക് പോകുകയാണ്. അതങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം നീതിക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം, നമ്മുടെ അവയവങ്ങളെല്ലാം സമർപ്പിക്കണമെന്നാണ് ഇന്ന് ഈ സന്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതം വളരെ സൂക്ഷ്മതയോടെ നാം നയിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കേൾവിയും ഇതുപോലെ നമ്മളെ വലിയൊരളവിൽ ബാധിക്കുന്നുണ്ട്. അതൊരു മറ്റൊരു അവയവമാണ്. ഇന്ന് അശുദ്ധമായത് കേൾക്കാൻ ആളുകൾക്ക് വലിയ ഹരമാണ്. അത് കേൾക്കാൻ അവസരം കിട്ടുന്നത് നോക്കി ആളുകൾ നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അവിടെയും നമ്മൾക്ക് തന്നെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ സാന്ദർഭികമായി ഓർക്കട്ടെ, നമ്മൾ പലപ്പോഴും എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ വയ്ക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയുള്ള ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, മരണഭീതി ഒരാളെ സ്വയം നിയന്ത്രിക്കാൻ പ്രാപ്തനാക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള പ്രേരണയായി ആ വ്യക്തിക്ക് മാറുന്നുവെങ്കിൽ, ഇവിടെ അതോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു ചിന്ത പറയട്ടെ. നിത്യമരണത്തിൽ വീഴുന്ന ഒരവസ്ഥ, അത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ആത്മസംയമനം പാലിക്കണം, സ്വയനിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. നീതിക്ക് ദാസരായി നിങ്ങളെ തന്നെ സമർപ്പിക്കണം, അല്ലെങ്കിൽ നിത്യമരണത്തിന് നിങ്ങൾ വിധേയപ്പെട്ട് പോകും. അത് വേറെ ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല നമ്മുടെ മേൽ. പ്രിയപ്പെട്ടവരെ, മുൻപ് കേട്ടിട്ടുണ്ട്, ചില ആളുകൾ HIV ബാധിച്ചവർ മനഃപൂർവ്വമായി അവരുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കി മറ്റുള്ളവരിലേക്ക് സൂചി കൊണ്ടൊക്കെ കുത്തിവെച്ചതായ ചില സന്ദർഭങ്ങളൊക്കെ, അങ്ങനെ ചില ഫീച്ചറുകളൊക്കെ വായിക്കാനായിട്ടിടയായി. അതൊക്കെ ചില ആളുകളുടെ ഞാനോ പെട്ടു മറ്റുള്ളവരും കൂടെ അത് അനുഭവിക്കട്ടെ എന്നുള്ളതായ പ്രത്യേകതരം മൈൻഡാണ് പ്രിയപ്പെട്ടവരെ. നിരാശപ്പെട്ടു പോകുന്ന മനുഷ്യർ മറ്റുള്ളവരെ കൂടെ ഉപദ്രവിച്ചുകൊണ്ട് സ്വയം ഒരു സംതൃപ്തി കണ്ടെത്തുന്ന ഒരവസ്ഥ. അങ്ങനെ ആകരുത് ആരും. അതൊന്നും മനുഷ്യൻ ദൈവത്തെ അറിയാത്തത് കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. നമ്മുടെ എല്ലാ സങ്കടങ്ങളും സംഘർഷങ്ങളും മനസ്സിലാക്കി നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. അതുകൊണ്ട് ഓർക്കുക, നാം പാപത്തിന് ദാസന്മാരായി ജീവിച്ചിരുന്ന കാലത്ത് നിന്നും നമ്മെ വീണ്ടെടുത്ത് തിരുരക്തത്താൽ കഴുകി ക്രൂശിലെ പരമയാഗമാകുന്ന നീതിയുടെ യാഗത്താൽ നമ്മളെ ദൈവത്തിന് അനുകൂലമാക്കി തീർത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തിട്ട് നാം നീതിക്ക് ദാസരായി ജീവിക്കേണ്ടത് നമ്മുടെ അവയവങ്ങളെ വിശുദ്ധിക്കായി സമർപ്പിക്കണമെന്ന് ഇന്ന് ദൈവാത്മാവ് പറഞ്ഞ ചിന്ത നമുക്ക് ഹൃദയത്തിൽ സ്വാംശീകരിച്ച് നമ്മളെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുക്കാൻ പറ്റിപ്പോയ പിഴവുകളെ തിരുത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങളെ സന്ദർശിച്ച് കേൾപ്പിച്ച സന്ദേശം തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധീകരണം കണ്ടെത്താനും ഞങ്ങളെ തന്നെ കൂടുതൽ സമർപ്പിതരാക്കി കർത്താവെ തിരുഹിതപ്രകാരം ജീവിപ്പാനും ഇന്ന് കേട്ട സന്ദേശത്താൽ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ തന്നെ കർത്താവെ അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു നാഥ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.